Hi, hello friends. Welcome back to our channel. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിങ്സ്, അവരുടെ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എൻ്റെ റീഡിംഗ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവുക വീഡിയോ. അതിനുശേഷം നിങ്ങളത് ഫുള്ള് കണ്ടതിന് ശേഷം നെഗറ്റീവ് അട്രാക്ട് ചെയ്തതിന് ശേഷം പലരും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാനുമായിട്ട് ഒട്ടും റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഫേക്കായ രീതിയിലുള്ള ഒരു റീഡിംഗ് ആണ് എന്ന രീതിയിൽ കമൻറ്റ് ഇടുന്നവരെയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, എല്ലാ വീഡിയോയിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇനി നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോയിക്കോളുക. നമ്മൾ ആർക്കാണെങ്കിലും നെഗറ്റിവിറ്റീസ് ഒക്കെ നമ്മുടെ ഇതിലേക്ക് വരിക, അല്ലെങ്കിൽ ഞാനുമായിട്ട് ഒട്ടും റെസിനേറ്റ് ചെയ്യുന്നില്ലാത്ത റീഡിംഗ് കണ്ടതുകൊണ്ട് നിങ്ങളുടെ സമയം മാത്രമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത്, നമുക്കൊരു സന്തോഷവും അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒത്തിരി ആളുകളുടെ റീഡിംഗ് കണ്ടതിന് ശേഷം എനിക്ക് ഒത്തിരി മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് ഒത്തിരി സന്തോഷമായി, ഞാൻ വളരെ ഹാപ്പിയായി. ഇത് ഇനിയിപ്പോ ഇത് നടന്നില്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ കൂടിയും എനിക്കിത് കേൾക്കുമ്പോൾ വളരെയധികം ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മോട്ടിവേറ്റ് ആയി, എനിക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തുള്ള ഗൈഡൻസ് അറിയാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഒത്തിരി പേര് കമന്റ് ഇടുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ട് ഇരിക്കുക. ആരും ഒരു ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ് ഒരു കറണ്ട് സിറ്റുവേഷൻ, ഏതൊക്കെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, മാസ്റ്റർ കാർഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷനിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ദറ്റ് മീൻസ് ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, കുറച്ച് പേരുടേത് ലെസ് കോണ്ടാക്റ്റിലും ആകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ രണ്ടുപേരും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ് കൂടുതൽ പേർക്കും ഇവിടെ കിട്ടുന്നത്. അല്ലാത്തവരെയും കാണാം. ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിയിൽ ജീവിച്ച, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരായതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അമിതമായി വിശ്വസിച്ചിരുന്ന ഒരാളാണ് എന്നാണ് കാണുന്നത്. ട്രസ്റ്റ് ചെയ്തിരുന്നു, വളരെയധികം ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു ജന്മത്തിൽ ഒരു ജന്മം കൊണ്ട് ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്നത്ര സ്നേഹം കൊടുത്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ ഇറങ്ങിപ്പോരേണ്ടതായി വന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ അവരെ നിങ്ങളെ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇത്തരത്തിലാണ് നിങ്ങളുടെ ഒരു എനർജി കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ആർക്കും ഇനി ഉണ്ടാകരുത് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അത്രയും ഒരു ഹൃദയഭേദകമായ ഭയങ്കര ഹൃദയവേദനയാണ്, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ഒരു കാർഡുകളിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ, അവരുടെ ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയതിനു ശേഷം എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ,
അവര് നല്ല ഒരു ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒത്തിരി ഹാർഡ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവര്. ഇപ്പോഴും അവര് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പേഴ്സൺ തന്നെയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ അവർക്കൊരു ദൈവിക കാര്യങ്ങളിലൊന്നും ഒരു വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. നിങ്ങളാണെങ്കിൽ നേരെ തിരിച്ചും ദൈവത്തിന്റെ കാര്യങ്ങളിലൊക്കെ സ്പിരിച്വൽ പരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി വിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. പിന്നെ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു ലോസ് ഈ ഒരു സമയത്ത് അവർക്ക് സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ വ്യക്തി ഈ ഒരു സമയത്ത് അതിൽ നിന്ന് റിക്കവറായി മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നു. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഇട്ടുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളെ അവർക്ക് വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർ മറ്റൊരു വ്യക്തിയിലേക്ക് പോയതെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർക്കൊരു സമാധാനം, ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് എത്ര ചിന്തിച്ചിട്ടും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ തേർഡ് പാർട്ടിയോടൊപ്പം ചേർന്ന് പല സെലിബ്രേഷൻസും മറ്റും ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. ഒരു ദിവസത്തിന്റെ എൻഡ് ഓഫ് ദ ഡേ വെറും ശൂന്യത മാത്രമാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു എനർജി. പക്ഷെ ഡേ ടൈമിലും അതുപോലെ മറ്റു സമയങ്ങളിലും എല്ലാം അവര് ഭയങ്കര സെലിബ്രേഷൻ ആയിട്ടുള്ള ആ ഒരു മൂഡിലായിരിക്കും, വൈബിലായിരിക്കും പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഔട്ട്ഫിറ്റ്. സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇവരെ വളരെ ഹാപ്പി ആയിട്ട് കാണപ്പെടുന്നുണ്ടാകും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവരൊട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു സമയത്ത് അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ അവർ ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്ത് അവർ വിഷമിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ സർവൈവ് ചെയ്യും, അവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയുമോ എന്നൊക്കെ ഓർത്ത് അവര് ഒരു വേവലാതിപ്പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അവര് തിരികെ വരാനായിട്ട് ഒന്നും തന്നെ ചിന്തിക്കുന്നതായിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടുപേർക്കും ആവശ്യമാണ്, അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ളതാണ് എന്നാണ് ഒരു എനർജി കിട്ടുന്നത്. ഇനിയും പല കാര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും ലൈഫിൽ പഠിക്കാനായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി വരുന്നത്. ആ ഒരു ടൈമൊക്കെ ഒത്തിരി ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾ ജീവിക്കേണ്ട ഒരു സമയം. ആ ഒരു സമയത്തൊന്നും നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകാനുള്ള ഒരു ഫെയ്ത്ത് ഇല്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഡെസ്റ്റിനിയിൽ ആ ഒരു സമയം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ ഇരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരിപ്പോ ശരിക്കും ഒരു കൺഫ്യൂഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ അവർക്കൊരു കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ. പിന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളും ഈ ഒരു ഹൃദയവേദനയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു റിക്കവർ ആയി വന്നിട്ടുണ്ടാകാം. പുതിയ പുതിയ ഐഡിയാസിലൂടെയൊക്കെ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തൊക്കെ ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ചെറിയ ജലസ് ഒക്കെ നിങ്ങളോട് തോന്നുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട്, മത്സരിച്ച് നിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ രീതിയിലും മത്സരിച്ച് ഒരു ആറ്റിറ്റ്യൂഡിൽ വരെ മത്സരിച്ച് ഞാൻ ഓക്കെ ആണ് എന്ന രീതിയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ അവരിപ്പോ ഈ ഒരു സമയത്ത് അവരൊരു ഇന്നർ ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവരിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള പല പ്രശ്നങ്ങൾ കാണും. ആ ഒരു പ്രശ്നങ്ങളിൽ പെട്ടിട്ടായിരിക്കാം അവര് അത് സോൾവ് ചെയ്യാനോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തായിരിക്കും ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞ ഒരു മത്സരം അല്ലെങ്കിൽ ഒരു പ്രശ്നമുള്ള ആ ഒരു കാര്യത്തില് നിങ്ങളുടെ ഒരു കോമ്പറ്റീഷനിൽ ഈ വ്യക്തിയാണ് ശരിക്കും ജയിച്ചതുപോലെ എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ വിചാരിക്കുന്നു ഇവരെക്കാളും ഞാൻ കുറച്ച് നല്ല രീതിയിൽ എല്ലാ രീതിയിലും ഉയർന്നു പോയി, ഇവരെ ഞാൻ അവഗണിച്ച് പോകുന്നു, ഇവർ വളരെ മോശമായിട്ടുള്ള ഒരാളാണ്, ഞാനാണ് നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ ഇവർക്ക് പല പല തെറ്റുകുറ്റങ്ങളുണ്ട് എന്നൊക്കെ വിചാരിക്കുക. ആ ഒരു രീതിയിലാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോയതെങ്കിൽ കൂടിയും ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുകയാണ് എല്ലാം നേടിയെടുക്കുന്നതോ അല്ലെങ്കിൽ എല്ലാം വിൻ ചെയ്യുന്നതോ എല്ലാം വെട്ടിപ്പിടിക്കുന്നതോ ഒന്നുമല്ല കാര്യം. ഇതിലുമൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, ഒരു ട്രൂ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി നമ്മളോടൊപ്പം ഉണ്ടാവുക എന്ന് പറയുന്ന അത് ഒരു ശരിക്കും പറഞ്ഞാൽ പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ഒരു സ്നേഹം അനുഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു എനർജി കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ആക്ഷനോ മറ്റൊന്നും എടുക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നില്ല.
അപ്പോൾ നമ്മൾ കറണ്ട് ഫീലിങ്സ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഫീലിങ്സിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളോടായിട്ട് യൂണിവേഴ്സിന്റെ ഭാഗത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തു, നിങ്ങൾ പരമാവധി വിശ്വസിച്ച ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് കരുതി അവിടെ ലോകം അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കായിട്ട് ഇനി പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാനായിട്ട് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, പരമാവധി ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 7 days നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ് കിട്ടുന്നുണ്ട്. 1984. ഓക്കെ, 1976. nail polish. October month. 32. കുക്കിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എം. 37. pet lovers. January month. March month. gaming. Okay, letter A. April month. mole on left cheek. Okay, ലെഫ്റ്റ് സൈഡിലെ കവളിലെ മറുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ ഇവിടെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. പാലക്കാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ്. നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മ്യൂസിക്. ഓക്കെ, ഈഗോസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ എന്ന് വിചാരിക്കുന്നു. നമ്പർ 38. ലെറ്റർ കെ. ബേക്കർ. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാകാൻ ചാൻസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഈ വ്യക്തിക്ക് ഉണ്ടാകാം. സപ്പോർട്ടീവ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട് നമുക്ക്. 2001. സെൽഫ് എംപ്ലോയി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.